ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേണ്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ വന്ന നല്ല മൊഞ്ചുള്ള മുഖപ്പത്ത് സർബത്താണ്. നമുക്ക് തണ്ണിമത്തൻ ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ തണ്ണിമത്തൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് തോലെല്ലാം കളഞ്ഞ് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് പീസാക്കി എടുക്കാം. ഈ തണ്ണിമത്തൻ്റെ കുരുവെല്ലാം നീക്കം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം നമുക്ക്. അപ്പം നമ്മുടെ തണ്ണിമത്തൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു പാത്രത്തിലോട്ട്, ഇതിലേക്ക് ഞാൻ കുറച്ച് തണ്ണിമത്തൻ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം പോലും പഞ്ചസാര ഞാൻ ഇട്ടിട്ടില്ല. പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ചെറുതേനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ചെറുതേന് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേനാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ല തേൻ ഒഴിച്ചതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത് നോമ്പ് സമയത്ത്, നോമ്പ് തുറക്കുമ്പം നമുക്ക് കുടിക്കാൻ നല്ല തണുത്തിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റോടെ കുടിക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി. കസ്കസ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അത്രയും വേണ്ട. നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. കസ്കസ് വയറെല്ലാം നല്ല തണുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മുടെ കസ്കസ് ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സർബത്താണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അല്പം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുരുവെല്ലാം എടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ കുരു എടുക്കാനൊന്നും നമ്മൾ ബുദ്ധിമുട്ടണ്ട. അപ്പോൾ കുരുവെല്ലാം നീക്കം ചെയ്താണ് ഞാൻ സർബത്ത് തയ്യാറാക്കിയത്. നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് എടുക്കാം. അപ്പോൾ ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ഗ്ലാസ്സുകളിലും ഞാൻ സർബത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് സർവ് ചെയ്യാം. തണ്ണിമത്തൻ നല്ല തണുത്തതുകൊണ്ട് ഇനി ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. ആവശ്യത്തിനുള്ള തണുപ്പ് ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.